Hi guys, welcome back to my channel. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂമിലാണ്. അപ്പം ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഞങ്ങളിപ്പം പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പം ആ സ്ഥലത്ത് അപ്പം ഞങ്ങളവിടെ കാറിലാണ് പോണത്. അപ്പോൾ ഗൈസ് അപ്പം ഞങ്ങളവിടെ എത്തി. വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റാണ് എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഹോൾസെയിലിൽ നമ്മൾ ബാർഗൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാർഗൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഫിക്സ്ഡ് പ്രൈസിൽ തന്നെ എടുക്കേണ്ട അവസ്ഥ വരും ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഓരോരോ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാളുകളുണ്ടല്ലേ, പഴയ കാലത്തെ വാളുകൾ, അത് കാണിക്കുന്ന ഷോപ്പാണ്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസും ചെയ്യാം. മറ്റേ നമ്മളെ കുഞ്ഞു വാളുണ്ട്, വലിയ വാളുണ്ട്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് കുറേ കമ്മലുകൾ, വളകൾ എന്ന് പറഞ്ഞ കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ അവരവിടെ യൂസ് ചെയ്യുന്ന വളയും മാലകളില്ല ഗൈസ്, ഏറ്റവും കൂടുതൽ വളകളാണ് ഉള്ളത്. അപ്പം ആ കടയാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് കാണുന്നത് നമ്മളവിടെ പോകുമ്പോൾ. പിന്നെ ഗൈസ് കുറേ ഷോപ്പുകളുണ്ട്. ഈ ഫുഡാണെങ്കിലും കുറേ ലസ്സി എല്ലാം കുടിക്കുകയാണെങ്കിൽ അവിടെ നല്ല നല്ല ഷോപ്പുകളുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർക്കിടാനുള്ള ഡ്രസ്സുകൾ, അതേപോലെ തന്നെ നമ്മളിവിടുത്തെ അജ്മീരിലുള്ള ആൾക്കാരിടുന്ന ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ ഈ ഒരു ഷോപ്പിലോട്ട് കയറി. അത് നോക്കി കുറേ കമ്മലുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കമ്മലുകൾ പർച്ചേസ് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകൾ. അപ്പോൾ കുറേ കമ്മലുകളുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മലുകൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം നമുക്കൊരു ബ്രേസ്ലെറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ അത് എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ വളകൾ, നമ്മൾ കുഞ്ഞു മാല, നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്നാലും അവരവിടെ ഇരുന്ന വളകളും മാലകളും എല്ലാം അവിടെ മേളിലുണ്ട്. അപ്പം ഇത് കണ്ടോ, 2-3 വളകളാണ് നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം കുറേ മുത്തു മാലകളുണ്ട്, കുറേ മാലകൾ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ കൂടുതൽ അവിടെ ബ്രേസ്ലെറ്റുകളാണുള്ളത്. ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്തു. ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മുത്തുള്ള ഒരു ചെയിൻ അങ്ങനെ നമുക്ക്. അപ്പം അത് ഞാൻ എടുത്തു. അപ്പം ഞാനും ഉമ്മയും സെയിം കളറായിട്ടുള്ളത്, അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ലൊരു കളർഫുൾ അതാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് രണ്ടും എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് പോവാണ്. ചെരുപ്പിൻ്റെ ഷോപ്പാണെങ്കിൽ നല്ലതുണ്ട്. പിന്നെ എൻ്റെ അനിയൻ ഒരു മാജിക് സ്പ്രിങ് എന്ന് പറഞ്ഞ ഒരു സാധനം മേടിച്ചായിരുന്നു. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് അവിടെ നിന്ന് നമുക്ക്, ഞാൻ വിചാരിച്ച ഒരു 40 രൂപ 50 രൂപയ്ക്കെല്ലാം നമുക്കത് അവിടെ നിന്ന് കിട്ടും ഗൈസ്. അപ്പം ഇനി ഞങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചെരുപ്പിൻ്റെ കടയിലാണ്. കുറേ ലെതർ ചെരുപ്പുകളുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അവിടെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നല്ലേ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വേറെ കടകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതും വേറൊരു ചെരുപ്പ് കടയാണ്. പക്ഷെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഗൈസ്, അവിടെ നല്ല കളക്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് കുറേ ലെതറിൻ്റെ ചെരുപ്പുകൾ കിട്ടും. പക്ഷേ ഭയങ്കര പ്രൈസാണ്. ഒരു ലെതറിൻ്റെ ചെരുപ്പിന് 1000, 1500, 2000 എന്നെല്ലാം വരും. പിന്നെ ജൂത്തികൾ കിട്ടും ഗൈസ്. പിന്നെ ഇതേപോലത്തെ ചെരുപ്പുകൾ, ഇതെല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഇടുന്ന ഇഷ്ടമുള്ളവരും നമുക്കിവിടെ പുഷ്കർ എന്ന് പറഞ്ഞ ആ കടയിൽ നമുക്ക് വരാം. പിന്നെ കുറേ ബാഗുകളുണ്ട്, കുഞ്ഞു ബാഗുകളുണ്ട് കണ്ടോ, ക്യൂട്ട് ബാഗുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയ ബാഗുകളുണ്ട്, ഹാൻഡ് ബാഗുണ്ട്, കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ കുറേ ബാഗ് കളക്ഷൻ കണ്ടു. പക്ഷേ ഇതെല്ലാം ചില ബാഗുകളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് ഇതിൽ നമുക്ക് കിട്ടും ബാഗുകൾ. പിന്നെ അത് കഴിഞ്ഞ മാഗ്നറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ അജ്മീരിൽ വന്ന അതിൻ്റെ മാഗ്നറ്റുകൾ കുറേ ഇരിപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച മാഗ്നറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും മേടിച്ചില്ല. അപ്പം ഇഷ്ടം പോലെ, അത് മാത്രമല്ല വേറെയും കുറേ മാഗ്നറ്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ അജ്മീറിൻ്റെയും പഞ്ചാബിന് അങ്ങനത്തെ മാഗ്നറ്റാണ് ഉള്ളത്. പിന്നെ കീ ചെയിനാണ് ഉള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കീ ചെയിൻ. ഈ മാർവലിൻ്റെയും തോറിൻ്റെയും അങ്ങനത്തെ കീ ചെയിൻ ഉണ്ട്. പിന്നെ കൂടുതലുള്ളതെന്ന് പറയുന്നത് മാലയും കമ്മലും വളകൾ. ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ണാടി ഉണ്ടല്ലേ, നമ്മളെ ഹാൻഡ് പോക്കറ്റിൻ്റെ കണ്ണാടി, പോക്കറ്റ് നമുക്ക് പോലെ കൊണ്ടുപോകണം, അത് ആ കണ്ണാടിയുണ്ട്. പിന്നെ കുറേ ഡ്രസ്സുകളുണ്ട്. കുറേ കളറിൻ്റെ ഡ്രസ്സുണ്ട്. കൊച്ചു പിള്ളേരുടെ ഉണ്ട്, വലിയ പിള്ളേരുടെ ഉണ്ട്, സാരീസുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഇതിൻ്റെ രാജസ്ഥാനി ഡ്രസ്സുകൾ പോലത്തെ ഉണ്ട്. എല്ലാം അങ്ങനെ കുറേ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഫുഡാണെങ്കിലും നമുക്ക് കുറേ കടകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ
കയറി കഴിക്കാനും കുറേ കടകൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഒരു ഷോപ്പിലോട്ട് കയറി. ഇതെന്ന് പറയുന്നത് ടോപ്പിൻ്റെ ഷോപ്പാണ്. ടോപ്പുകൾ മാത്രം, ഇത് പ്ലെയിൻ ടോപ്പാണ്. പക്ഷേ നമ്മൾ ഇത് ട്രാൻസ്പെറൻറ്റ് അല്ല, അതിന് കൂടുതൽ ഒരു ഒരു ഹാഫ് സ്ലീവ് ടോപ്പ് നമുക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ പ്രൈസ് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഒരെണ്ണത്തിന് 1000 rupees എന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് അവർ തന്നില്ല. പക്ഷെ നമുക്ക് വേറെ കുറേ കളറിന് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സാരികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെരുപ്പ് കടയിൽ കയറി ഗൈസ്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് കടയിൽ കുഞ്ഞു പിള്ളേരുടെ അവൈലബിൾ ആണ്. കുഞ്ഞു പിള്ളേരുടെ ജൂത്തി അതേപോലത്തെ അവൈലബിൾ ആണ്. അങ്ങനെ ഇത് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. അപ്പം ഇത് രണ്ടും എൻ്റെ മാമാടെ മോൾ ഐസു ബേബിക്ക് ഞങ്ങളിത് എടുത്തായിരുന്നു. അത് രണ്ടും എടുത്തില്ല, ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ഇത് ഇത്രയും നമ്മൾ 3 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഇതാണ്, ചെരുപ്പ് ആണ്. അപ്പം ഞങ്ങളങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വേറൊരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അളവിലെല്ലാം പറ്റുന്ന ഡ്രസ്സുകളെല്ലാം ഉള്ള ഒരു കടയാണ് ഞാൻ നോക്കുന്നത്. കാരണം ഇവിടെ നല്ല നല്ല നമുക്ക് ഡ്രസ്സുകൾ കിട്ടുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ നോക്കാമെന്ന്. അപ്പോൾ കുറേ വളകൾ എല്ലാം ഞാൻ കുറേ കണ്ടു. പക്ഷെ നമുക്കതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. പിന്നെയെന്ന് പറയുന്നത് വേറൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ആ ഷോപ്പിൽ ബെഡ്ഷീറ്റിൻ്റെ ഷോപ്പാണ്. പക്ഷെ നമുക്ക് ബാഗെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഒരു ബാഗ് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറേ ബാഗുണ്ട്. എല്ലാം നമുക്ക് ഇതിലുള്ള പ്രൈസിൽ കിട്ടും. നമ്മൾ പറയുന്ന പ്രൈസ് ആണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ബെഡ്ഷീറ്റിൻ്റെ കടകളാണ്. ഇവിടെ നല്ല അടിപൊളി രാജസ്ഥാൻ ബെഡ്ഷീറ്റ് കിട്ടും. അത് അടിപൊളി ബാഗുകൾ, നല്ല ക്വാളിറ്റി ബാഗുകൾ കിട്ടും ഈ ഒരു കടയിൽ. നമ്മളിവിടെ പോയാൽ ഷോളുകളാണെങ്കിലും ബാഗുകളാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ് ബെഡ്ഷീറ്റാണ്. നല്ല അടിപൊളി രാജസ്ഥാൻ പ്രിൻ്റഡ് ഇത് തന്നെ കിട്ടും. ബെഡ്ഷീറ്റ് തന്നെ കിട്ടും. കുറേ നമുക്ക് ആനയുടെ എടുക്കാം. അങ്ങനെ നമ്മൾ ആനിമൽസ് വേണമെങ്കിൽ ആനിമൽസിൻ്റെ എടുക്കാം. അത് വേണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ എടുക്കാം. അങ്ങനെ കുറേ ബെഡ്ഷീറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളങ്ങനെ എല്ലാം ഞങ്ങളിങ്ങനെ നോക്കി. ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് മേടിക്കാൻ നോക്കിയാണ്. പക്ഷെ അവർ പറയുന്ന ഒരു ബെഡ്ഷീറ്റിന് 2500 rupees വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ഒരു 4 ബെഡ്ഷീറ്റ് മേടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആൾക്കാർക്ക് വേണ്ടി 4 ബെഡ്ഷീറ്റ്. കാരണം അത്രയ്ക്ക് അടിപൊളി ബെഡ്ഷീറ്റ് എന്നാണ് ഇവിടുത്തെ ബെഡ്ഷീറ്റ് പറയുന്നത്. ഇവിടുത്തെ കടയിൽ നല്ല അടിപൊളി മെറ്റീരിയൽ, കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പം ഞങ്ങളങ്ങനെ കുറേ വെറൈറ്റീസ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ് ഈ രാജസ്ഥാൻ ഡ്രസ്സുണ്ട്. പക്ഷെ അളവിനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മൾ ഇടത്തെയൊന്നും ഇല്ലല്ലോ. പിന്നെ രാജസ്ഥാനി ഷോളുകളുണ്ട് ഇവിടെ 100 രൂപയ്ക്കെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളങ്ങനെ 2-3 ഷോൾ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കൂടുതൽ ബെഡ്ഷീറ്റുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം പിന്നെ ഇവിടെ ഈ രാജസ്ഥാനല്ല വേറെ എവിടെ പോയാലും രാജസ്ഥാൻ ബെഡ്ഷീറ്റ് കിട്ടില്ല. അത് മാത്രമല്ല അല്ലാത്ത ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് നമുക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 കട നമുക്ക് വേണമെങ്കിൽ സ്ട്രീറ്റിലെല്ലാം നോക്കിയാലും കിട്ടും. പക്ഷെ അത്ര ക്വാളിറ്റി കാണത്തില്ല. പക്ഷെ അതേപോലെ പ്രൈസും നമുക്കങ്ങനെ ഉണ്ട്. അപ്പം ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കുറേ വെറൈറ്റി ബെഡ്ഷീറ്റുകളാണ് അവർ കാണിക്കുന്നത്. അവർ നമുക്ക് നൂത്ത് കാണിക്കാൻ, പില്ലോ കവറാണെങ്കിൽ എല്ലാം അവർ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. കുറേ വെറൈറ്റി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ 2-3 ബെഡ്ഷീറ്റും മേടിച്ചുകൊണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇതെന്ന് പറയുന്നത് നല്ല ഫാഷൻ ആയിട്ട് ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരിതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ആഹാരം കഴിക്കുവാണ്. ഞങ്ങളങ്ങനെ കഴിക്കുവാണ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ 2-3 ഒരു ഗ്രീൻ അത് രാജസ്ഥാൻ ചോറാണ്, റൈസാണ്. ഇത് ഗ്രീൻ കളറിലിരിക്കുന്ന രാജസ്ഥാൻ റൈസാണ്. ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇത് എന്തുവാന്ന് വിചാരിച്ചു. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണിത്. പിന്നെ അത് മാത്രമല്ല അല്ലാത്ത റൈസും ഉണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്ന് പറയാൻ ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഫ്രൈഡ് റൈസിൻ്റെ ഇത് വരും. പക്ഷെ അതല്ല, എന്നാലും നമുക്ക് ഫുള്ള് മസാല ഫ്രൈഡ് റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം മസാല എല്ലാം ഫുള്ള് ചേർത്തിട്ട് വരുന്ന ഫ്രൈഡ് റൈസാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ, സീ യു.